ശ്രീ റെജി ലൂക്കോസ്, വസ്തുതകളുടെ ഒരു പിൻബലവുമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ശരിയാണ്, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ, അതിനെ ആരും വേണ്ട എന്ന് പറയില്ല, അതിനെ അഭിനന്ദിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഞങ്ങളിതാ കേരളത്തെ അതീവ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു എന്ന ഒറ്റ പ്രഖ്യാപനം, ഇത് ആരെ പറ്റിക്കാനാണ്? എന്ത് PR വർക്കാണ് ഈ നടക്കുന്നത്? മഞ്ജുഷേ, സ്വതന്ത്രാനന്തര കേരളത്തിന്റെ ഏറ്റവും അഭിമാനമുള്ള ഒരു ദിവസമാണ് നാളെ കേരളം അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. ഇതിൽ ആർക്കെങ്കിലും വിമർശനമുണ്ടെങ്കിൽ അവർ കേരളത്തിനോടുള്ള മനോഭാവത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു വിചിത്രമായ മാനസികാവസ്ഥ എന്നുള്ള ആളുകളുണ്ട്. ഒന്നും വേറൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറെ വസ്തുത എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കാത്തവർ, വിശപ്പെന്തെന്ന് അറിയാത്തവർ, ദാരിദ്ര്യം എന്തെന്ന് അറിയാത്തവരാണ് ഈ പറയുന്ന ചില്ലുകൊട്ടാരത്തിലൊക്കെ ഇതിനെ വിമർശിക്കുന്നത്. വാസ്തവത്തില് അതിദരിദ്രരായിട്ടുള്ള 64,000 ആളുകളെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഇവിടെ ഹരിദാസ് സാറി വിളിച്ചു. അത് വളരെ എളുപ്പമാണ് സാറേ, കാരണം കുടുംബശ്രീയിലൂടെ നടത്തിയ ഒരു സർവേ, അതുകൂടാതെ കിലയിലെ ട്രെയിൻഡ് ആയിട്ടുള്ളവർ നടത്തിയ ഒരു സർവേ, അതിലൂടെ കുടുംബശ്രീ ഓരോ വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. 500, 600, 700 ആളുകളുള്ള ഓരോ വാർഡിലും, അല്ലെങ്കിൽ 10, 4,000, 5,000 ആളുകളുള്ള ഒരു പഞ്ചായത്തിൽ അതിദരിദ്രരായിട്ടുള്ള ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഈ ആധുനിക ലോകത്തിൽ വളരെ സിമ്പിൾ ആണ്. അങ്ങനെ കണ്ടുപിടിച്ചതിലൂടെയാണ് 64,000 പേർ അതിദരിദ്രർ. എന്താണ് അതിദരിദ്രരുടെ ഡെഫിനേഷൻ? പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, പഠിക്കാൻ പറ്റാത്ത സാഹചര്യം, ഈ 4 കാറ്റഗറിയിൽപ്പെട്ടവരാണ് മുഖ്യമായിട്ട് അതിദരിദ്രർ എന്ന് പറയുന്നത്. അവരെ കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, ഓരോ കുടുംബശ്രീ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ അവരെ കണ്ടെത്തി അവരെ പരിപോഷിച്ചുകൊണ്ട് വരുന്നതിനാണ് അതിദരിദ്രരില്ലാത്തവർ എന്ന് പറയുന്നത്. ദരിദ്രരില്ല എന്നൊരു വാക്ക് ഈ സർക്കാർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും, ഏത് വികസിത രാജ്യത്ത് പോയാലും ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗത്തിൽ കാണാൻ പറ്റും. ആദ്യം ദരിദ്രരെ കാണാൻ പറ്റും. പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല വേഷത്തിലാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയും ചർച്ചയിൽ. ഞാനൊരിക്കൽ സ്വിറ്റ്സർലൻഡ് സന്ദർശിച്ചപ്പോൾ, സ്വിറ്റ്സർലൻഡ് ഉടനീളം ഞങ്ങൾ വാഹനം സഞ്ചരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഈ അമേരിക്കയിലെ പോലെ UK പോലെ പ്ലക്കാർഡ് പിടിച്ച് പ്രഗ്നൻസി ഈസ് ദേർ, പ്ലീസ് ഹെൽപ്പ് മീ, അല്ലെങ്കിൽ ഫുഡ് ഇല്ല സഹായിക്കാൻ പ്ലക്കാർഡ് പിടിച്ച് നമ്മളിവിടുത്തെ പോലെയല്ല അവിടെ. പക്ഷേ സ്വിറ്റ്സർലൻഡ് ഉടനീളം നടന്നിട്ട് എനിക്ക് അങ്ങനെ ആളെ കാണാൻ പറ്റില്ല. പക്ഷെ അവസാനം ജനീവയിലെ ഫേമസ് ആയ തടാകത്തിന് തീർത്ത് ചെയ്തപ്പോൾ ഒരാളിരിക്കുന്നു, ഐ നീഡ് ഫുഡ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ലോകത്തിലോടെ പോയാൽ കാണാൻ പറ്റും. അത്തരക്കാരെ ഒരു പക്ഷെ നമ്മുടെ കേരളത്തിൽ കാണാം. അത് അവരുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ അവസ്ഥയിലാണ്. പക്ഷെ അതിദരിദ്രം എന്ന് പറയുന്ന ആളുകളെ മുഴുവനും ദരിദ്രരുടെ പട്ടികയിലേക്കോ അല്ലെങ്കിൽ അതില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളം പിടിച്ചു ഉയർത്തിയത് എത്ര വർഷം കൊണ്ടാണെന്നറിയോ? 7.5 വർഷക്കാലം കൊണ്ടാണ്. 2021 ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിലെ മുഖ്യ പ്രഖ്യാപനങ്ങളിലൊന്നും അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായിട്ട് ഈ ഗവൺമെന്റിനെ മാറ്റുന്നുള്ളതാണ്. അത് സംഭവിച്ചത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കാലത്തായതുകൊണ്ട് ഇതിനെ എതിർത്തേക്കാൻ. പക്ഷെ അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. നിങ്ങൾ തന്നെ ഒരു മാനദണ്ഡം രൂപീകരിച്ച് ഇത്ര അതിദരിദ്രരാണ് കേരളത്തിൽ ഉള്ളത് എന്ന് കണ്ടെത്തി അവർക്ക് ഈ പറയുന്ന പോലെ തദ്ദേശ ഭരണ വകുപ്പ് പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരം ഒരു വരുമാനവും ഇല്ലാത്തവർ, 2 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, റേഷൻ കിട്ടിയാലും പാകം ചെയ്യാൻ കഴിയാത്തവർ, ആരോഗ്യനില മോശമായവർ, ഇവരെയൊക്കെയാണല്ലോ. അതിന് MP രാജേഷ് ചില സാങ്കേതിക പദങ്ങൾ പറയുന്നു. ക്ലേശ ഘടകങ്ങൾ, അതിക്ലേശ ഘടകങ്ങൾ, ഇങ്ങനെയൊക്കെ അതിൽ 1, 2 ഒക്കെ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ അഗതികൾ എന്ന ഗണത്തിൽ വരുന്നതാണല്ലോ. അഗതികളെ സഹായിക്കുന്നതിന് വേണ്ടി മുൻപും പദ്ധതിയുണ്ട്, ആശ്രയ പദ്ധതിയുണ്ട്. അഗതി കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് സഹായം നൽകി വരുന്നത് ഇപ്പോൾ തുടങ്ങിയതല്ല, അത് 2002 തന്നെ തുടങ്ങിയ പദ്ധതിയാണ്. 2007 അതിന് പ്രധാനമന്ത്രിയുടെ അന്ന് അവാർഡും കിട്ടിയതാണ്. അത് തുടങ്ങുമ്പോൾ എത്ര കുടുംബങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര, അത് പിന്നീട് അതിദരിദ്ര കുടുംബങ്ങളായി എങ്ങനെ പരിണമിച്ചു, ഇതിനെക്കുറിച്ചൊന്നും വസ്തുതകളുടെ പിൻബലമില്ല. അതുകൊണ്ടാണ് ഈ സംശയം ചോദിക്കുന്നത്. നിങ്ങൾ ഏത് മാനദണ്ഡ പ്രകാരമാണ് ഇത് കണ്ടെത്തിയത് എന്ന്, എന്നിട്ട് ചുമ്മാ അങ്ങ് പ്രഖ്യാപിക്കുക? അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതിനൊരു വസ്തുതകളുടെ പിൻബലം വേണ്ടേ? ഇത് മറ്റു സംസ്ഥാനത്തെ ഒരു ചർച്ചയിൽ മറ്റു സംസ്ഥാനക്കാർ, ഇതര സംസ്ഥാനക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അല്പമെങ്കിലും ന്യായം ഉണ്ടാവും. കുശുമ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, 286 ഏകനായി അല്ലെ ഏകായിയായി ജീവിക്കുന്നവര്, ചലനശേഷി നഷ്ടപ്പെട്ടവർ, ഇവരിൽ ഏതാണ്ട് ഭൂരിപക്ഷ ആളുകളെ ആശ്രയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ബാക്കിയുള്ളവരെ ഈ ആശാവർക്കർമാർ കണ്ടെത്തി അവർക്ക് വേണ്ട പരിലാളനങ്ങൾ കൊടുക്കുന്നു. ആശാവർക്കർമാരുടെ ബേസിക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും പോയി ഗർഭിണികളെ മാത്രമല്ല അല്ലാത്തവരെ കണ്ട് അവർക്ക് വേണ്ട പരിരക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി അറിയിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി. അതുപോലെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ പറയുന്ന ആശാ വർക്കേഴ്സ് പോലും അവരുടെ ദിവസക്കൂലി താങ്കൾക്ക് അറിയാമല്ലോ, 233 രൂപയാണ് അവർക്ക് ദിവസക്കൂലി കിട്ടുന്നത്. അപ്പോൾ ആശാ വർക്കേഴ്സ് കൂടി ഉൾപ്പെടുന്ന സ്കീം വർക്കേഴ്സ്, അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾ, ഇവരും ഈ അതിദരിദ്ര വിഭാഗങ്ങളിൽ പെടുന്നവരല്ലേ? അതോ അത് ദരിദ്ര വിഭാഗങ്ങൾ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ദയവായി നിങ്ങളെ അവമാനിക്കരുത്. അവർ വ്യക്തിത്വമുള്ള ഒരു അഭിമാനബോധം. വ്യക്തിത്വത്തെ ആരെ അപമാനിച്ചു?
233 രൂപയാണ് അവർക്ക് ദിവസക്കൂലി നൽകുന്നതെന്ന് ആർക്കാണ് അറിയാൻ മേലാത്തത്? അല്ല പഞ്ചുഷ, ഞാനത് പൂർത്തിരിക്കട്ടെ. ദയവായി ആ ആശാവർക്കർമാരെ അതിദരിദ്രരാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അപമാനിക്കരുത്. അവർ അന്തസ്സും അഭിമാനത്തോടുകൂടി ഈ നാട്ടിൽ ജീവിക്കുന്നവരാ. അവർക്ക് സാലറി കുറവായിരിക്കും, പക്ഷെ അവരുടെ അഭിമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഒരു ചാനൽ ചർച്ചയിൽ ഇപ്പോൾ അതിദരിദ്രർ എന്ന് പറയുന്നത് അല്ലല്ല, അവരെ നിങ്ങൾ അഭിമാനമില്ലാത്ത ആൾക്കാരായിട്ടാണോ കണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് അതിദരിദ്രരുടെ കാറ്റഗറി പെട്ട എന്താണെന്ന് ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് കാണാം. ഗവൺമെന്റ് MP രാജേഷ് അത് കൃത്യമായ രീതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിദരിദ്രം എന്ന് പറഞ്ഞ പട്ടിക ഞാൻ ഇപ്പൊ ആവർത്തിച്ച് പറഞ്ഞില്ല അത് ആരാണെന്നുള്ളൊരു. ആശാവർക്കർമാർ അതിദരിദ്ര പെട്ടിയിലുള്ള അവരുടെ അഭിമാനബോധത്തെ ചോദ്യം ചെയ്യുന്നതാണ്. എനിക്കിപ്പോ വസ്ത്രമില്ലാതെ നിങ്ങൾ കളിയാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു കാണിക്കാം എന്റെ വസ്ത്രങ്ങൾ. അത് ഏതൊരു പുരുഷന്റെയും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. അദ്ദേഹം ഈ ക്ലേശ ഘടകങ്ങളും അതിക്ലേശ ഘടകങ്ങളും പറയുമ്പോൾ അല്ല, ആശാ വർക്കേഴ്സിലും പലർക്കും അങ്ങനെ ക്ലേശ ഘടകങ്ങളും അതിക്ലേശ ഘടകങ്ങളും ഉണ്ട് സാർ. അതല്ല, അതുകൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്നിരുന്ന് സമരം ചെയ്തത് സർക്കാരിനെതിരെ. ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടില്ല. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തത് നിങ്ങളാണ്, ഇടത് സർക്കാരാണ് ചോദ്യം ചെയ്തത്. പലതവണ അവരെ അപമാനിച്ചത് നിങ്ങളാണ്, CITക്കാരാണ് അപമാനിച്ചത്, അല്ല ഞാനല്ല. അങ്ങനെ ഒരു ഉത്തരം മുട്ടിയിട്ടില്ല. എനിക്ക് ഒരു ഉത്തരവും മുട്ടിയിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം താങ്കൾ പറയുക. നിങ്ങൾ കുറച്ചു പേരെ ഇന്നതാണ് അതിദരിദ്രർ, ഇന്നവരാണ് ദരിദ്രർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന് മറുപടി ഉള്ളത്? അങ്ങനെയാണെങ്കിൽ അന്ത്യോദയ അന്നയോജന പദ്ധതി അതാർക്കുള്ളതാണ്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സംസാരിക്കാൻ അനുവദിക്കണം. ചോദിക്കുമ്പോൾ അല്ല, താങ്കൾ ഈ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ് എനിക്ക് എന്നോട് അനുവദിക്കാം. 3 പേരല്ലേ ആയിട്ടുള്ളൂ. 3 പേര് എനിക്ക് വളരെ അടുത്ത സൗഹൃദമുള്ളവരാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ദരിദ്രരും അതിദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സർക്കാരും ഏജൻസികളുമായിട്ട് സൈറ്റിലൂടെ പറയുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യം എന്താണ് അതിദാരിദ്ര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ദാരിദ്ര്യവും ഭക്ഷണത്തിന്റെ വിശപ്പും അറിയാത്തവരാണ് ഇത് ചോദിക്കുന്നത്. അവരാണ് ഇവിടെ ഇരുന്നുകൊണ്ട് മുമ്പ് ഈ വാചകം അടിക്കുന്നത്. നിങ്ങൾ ആ അതിദരിദ്രർക്ക് ഭക്ഷണം കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾ വിമർശിക്കുമ്പോൾ ദരിദ്രരായുള്ള ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ലഭ്യത കുറവുള്ളവർ അവരെയൊക്കെ നോക്കി ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ അത് കഷ്ടം അല്ലല്ല, അവരെ നോക്കിയൊന്നുമല്ല ചർച്ച ചെയ്യണം. താങ്കൾ വിഷയം തിരിച്ചുപിടിക്കുകയാണ്. നിങ്ങൾ അവരെ കാട്ടിക്കൊണ്ട് മേനി നടിക്കുകയാണ്. ചൈനയിലെ ഏതോ ഒരു പ്രദേശം ചെയ്തു, അത് കഴിഞ്ഞ് ഞങ്ങളാണോ ചെയ്തതെന്ന് പറഞ്ഞ് മേനി നടിക്കുന്നതുകൊണ്ടാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. വെറും PR വർക്ക് നടത്തുന്നതുകൊണ്ടാണ്. അല്ലാതെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടോ വസ്ത്രം കൊടുക്കുന്നതുകൊണ്ടോ പാർപ്പിടം നൽകുന്നതുകൊണ്ടോ ആരോഗ്യം കൂട്ടുന്നതിന് വേണ്ടി ചികിത്സാ ചെലവുകൾ നൽകുന്നതിനോ ആരും ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. ശ്രീത് പണിക്കർ, എന്തെങ്കിലും വസ്തുതകളുടെ പിൻബലമുണ്ടോ ഇക്കാര്യത്തിൽ? അങ്ങനെ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിൽ നിർവചിച്ചുകൊണ്ട് സർക്കാർ തന്നെ ചില നിർവചനങ്ങൾ ഏർപ്പെടുത്തി അതിന്മേൽ 64,000 കുടുംബങ്ങളെ കണ്ടെത്തി ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾ കരകയറ്റി എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. ശ്രീ മഞ്ജുഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഫാക്ട് ബേസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മളെല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അതല്ലാതെ വെറുതെ വിമർശിക്കുന്നതിന് വേണ്ടി വിമർശിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീ റജു ലൂക്കോസ് ആരോപിച്ചതുപോലെ അതൊരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, നിങ്ങൾ എങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടെത്തുന്നത്? എന്താണ് അതിനുള്ള മാനദണ്ഡം? എന്ത് തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ നമ്മൾ കണ്ടെത്തിയത്? അവർക്ക് ഈ അതിദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പദ്ധതികൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതറിയാനുള്ള അവകാശം കേരളത്തിലെ ജനതയ്ക്കില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ, വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തിനെ കേവലം മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമായിട്ട് കണ്ട് അതിനെ ഇകഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നേടിയെടുക്കാൻ കഴിയാത്ത ആൾക്കാരെയാണ് അതിദരിദ്രർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങളാണ്. 1, ഭക്ഷണം. അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുക. 2, സുരക്ഷിതമായിട്ടുള്ള താമസം എന്ന് പറയുമ്പോൾ അവർക്ക് പാർപ്പിടം ഉണ്ടാവുക. 3, ആരോഗ്യം, അതായത് ഹെൽത്തി ആയിട്ട് അവരിയ്ക്കുക അഥവാ ആരോഗ്യ സംവിധാനങ്ങളിലേക്കുള്ള ആക്സസിബിലിറ്റി എന്നുള്ളത് പ്രധാനമാണ്. 4-മത്തേത് അടിസ്ഥാന വരുമാനം. ഇങ്ങനെയാണ്. അപ്പോൾ ദാരിദ്ര്യം എന്നതും അതിദാരിദ്ര്യം എന്ന് പറയുന്നവരെയും വേർതിരിക്കുന്ന ഏറ്റവും